ക്ഷേത്രങ്ങളുടെ പരിസരത്ത് രാഷ്ട്രീയ പ്രചാരണങ്ങൾ, അതായത് ഒരു മൈക്ക് കെട്ടിയുള്ള ഒരു അനൗൺസ്മെന്റോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതി പരാമർശിച്ചിരുന്ന ഒരു കാര്യം, വിപ്ലവ ഗാനം മുതൽ നാടകങ്ങൾ വരെ ക്ഷേത്ര പരിസരത്ത് നിരോധിക്കുന്നു എന്നാണ്. ക്ഷേത്ര പരിസരത്ത് ഇത്തരം രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഈ വിലയിരുത്തൽ? അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈ ഒരു ഹൈക്കോടതി പറഞ്ഞ ഈ ഒരു കാര്യത്തെ എങ്ങനെ കാണാം? ഹൈക്കോടതി പറഞ്ഞത് ഗൗരവതരമായ ഒരു കാര്യമാണ്. അതായത് മത മത ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലം, അത് മുസ്ലിം പെരുന്നാളാവട്ടെ, ക്രിസ്ത്യൻ പെരുന്നാളാവട്ടെ, ഹിന്ദു ഉത്സവമാവട്ടെ, എന്തു തന്നെയാണെങ്കിലും അവിടെ രാഷ്ട്രീയം പ്രദർശിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ള വേദിയല്ല. പക്ഷെ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും അല്ല. അവർ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് പാർട്ടിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പറയാം, അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതിന് ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രചരണം നടത്തിയതും ജനസ്വാധീനം വർദ്ധിപ്പിച്ചതും ക്ഷേത്ര അങ്കണങ്ങളിൽ, മതിൽക്കെട്ടിനകത്തും പുറത്തും അവർ നടത്തിയ കലാപരിപാടികളിലൂടെയാണ്. അതിലേറിയ കൂറും KPAC-യുടെ നാടകങ്ങളും പിന്നീട് സാംബശിവന്റെ കഥാപ്രസംഗവും അടക്കം നിരവധി കലാരൂപങ്ങളെ അവരങ്ങനെ ഉപയോഗിച്ചു. ഇന്നും വടക്കൻ കേരളത്തിലെ തെയ്യങ്ങളും കോലങ്ങളും ഒക്കെ തന്നെ ആ രീതിയിൽ CPM ഉപയോഗിക്കുന്നുമുണ്ട്. അതായത് രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളെ വേദിയാക്കുക എന്നുള്ളത് CPM-ന്റെ സ്വഭാവമാണ്. അത് അവരുടെ നിലനിൽപ്പും കൂടിയാണ്. എന്നാൽ ഇതേ സമയം ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ഈ പറഞ്ഞ യാതൊരു ശബ്ദ കോലാഹലങ്ങളും ഉണ്ടാക്കാൻ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യവുമില്ല. അതെന്തുകൊണ്ടാണെന്നാണ് കോടതി ചോദിക്കാൻ കാരണം. തീർച്ചയായിട്ടും കോടതിയുടെ തീരുമാനം ഉചിതമായ ഒരു തീരുമാനമാണ്, നല്ല സമയത്തുള്ള തീരുമാനമാണ്. എന്നാൽ പഴയ കാലഘട്ടങ്ങളിൽ ഇതാരും ചോദ്യം ചെയ്തിരുന്നില്ല. വിപ്ലവ ഗാനങ്ങളുടെ പുസ്തകങ്ങൾ അച്ചടിച്ച് ആ വിപ്ലവ ഗാനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരുന്നത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രാങ്കണങ്ങളിലായിരുന്നു. KPAC-യുടെ നാടക ഗാനങ്ങളും ഒക്കെ അങ്ങനെ പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നും പാട്ടബാക്കിയും അടക്കമുള്ള നിരവധി വിപ്ലവ നാടകങ്ങൾ KPAC കളിച്ചത് ഹിന്ദു ക്ഷേത്രാങ്കണങ്ങളിലാണ്. അതൊന്നും ഒരിക്കലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ മുസ്ലിം പള്ളിയിലോ ഒന്നും കളിക്കാൻ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ആ ഒരു ഹിന്ദു താല്പര്യത്തെ കമ്മ്യൂണിസ്റ്റ് താല്പര്യമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു ചെയ്തത്. ഇതാണ് ചരിത്രം. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് അത്തരം കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ഹിന്ദു സമൂഹവും വളർന്നിരിക്കുന്നു. അതുകൊണ്ട് അവരതിനെ ചോദ്യം ചെയ്യുന്നു. പരസ്യമായി അത്തരം കാര്യങ്ങൾ കോടതിയിലെത്തുന്നു, പൊതു ചർച്ചയാവുന്നു. അപ്പോൾ കോടതിക്ക് ഇടപെടേണ്ടി വരുന്നു. മതേതര ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത് പാടില്ല എന്ന് കോടതിക്ക് പറയേണ്ടിയും വരും. ഇതാണ് ഇതിന്റെ പശ്ചാത്തലം. പക്ഷേ ഈ ഒരു പശ്ചാത്തലം കോടതിക്ക് ഇടപെടാൻ കഴിയുന്നതിനും ഒരു പരിധിയുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് പല മേഖലകളിലും ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ കടന്നു ചെല്ലുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കുക, ക്ഷേത്ര കമ്മിറ്റികളുടെ ഭാരവാഹികളാവുക. ഒപ്പം തന്നെ ഇപ്പൊ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ പൂര കമ്മിറ്റികൾ ഉണ്ടാക്കുക, ഉത്തര കേരളത്തിലൊക്കെ ആണെങ്കിൽ കാർണിവലുകൾ നടത്തുക, അതുപോലെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഘോഷയാത്രകൾ സംഘടിപ്പിക്കുക. ഇവിടെയൊക്കെ കടിച്ചു തൂങ്ങി പറ്റിച്ചേർന്ന് പിടിച്ചു കയറുന്ന ഒരു ശൈലി CPM-നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ CPM ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള ലേബൽ കൂടുതൽ എല്ലായിടത്തും ഒട്ടിക്കുകയാണ്. പണ്ട് നെറ്റിയിൽ മാത്രം ഒട്ടിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ഒട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഈ ഹിന്ദുത്വമല്ലാതെ മറ്റൊന്നും CPM-നെ സംരക്ഷിക്കാനില്ല എന്നുള്ള അവസ്ഥ വരികയും നേർക്കുനേർ BJP-യുമായി ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അതല്ല, അവിടെ അവർ പരാജയപ്പെട്ടെങ്കിലോ മറ്റൊരു ത്രിപുരയായി, മറ്റൊരു പശ്ചിമ ബംഗാളായി, വട്ടപൂജ്യമായി CPM അസ്തമിക്കും എന്നവർക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് ഈ കോടതി വിധിയെ മറികടക്കാൻ അവർ പരമാവധി പരിശ്രമിക്കും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ക്ഷേത്രങ്ങളിൽ പിടിമുറുക്കുകയും ചെയ്യും. ഇത് കൂടുതൽ സംഘർഷത്തിലേക്കായിരിക്കും പോവുക. കാരണം ക്ഷേത്രങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ഹിന്ദു ഭക്ത മേഖലകളുടെ ഭരണം, ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് എല്ലാ പാർട്ടിയും മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യുന്നത്. അവര് ശരിക്കും പറഞ്ഞാൽ ഹോമിയോ ഗുളിക പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ല മധുരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഭരണസമിതി മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണെന്ന് ഞാൻ പറയുന്നില്ല. വലിയൊരു ശതമാനം ക്ഷേത്ര ഭരണസമിതികൾ കോൺഗ്രസ്സുകാരാണ് ഭരിക്കുന്നത്.
പക്ഷെ കോൺഗ്രസ് അത് ഭരിക്കുന്നതിന് വേറൊരു ശൈലിയുണ്ട്. അവരുടെ ശൈലി എന്ന് പറയുന്നത് പരമാവധി RSSനോട്, വിശ്വ ഹിന്ദു പരിഷത്തിനോട്, ക്ഷേത്ര സംരക്ഷണ സമിതിയോട് യോജിച്ചു നിന്നുകൊണ്ട് ഈ പറഞ്ഞ വിവിധ ക്ഷേത്രങ്ങൾ, അതായത് ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഹിന്ദു ഐക്യവേദി, ഇങ്ങനെയൊക്കെ ഉള്ളതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുതരം മുഖം മൂടിയിട്ട കോൺഗ്രസ് ആണ് ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇപ്പൊ NSS, SNDP, വിശ്വകർമ്മ സഭ, KPMS തുടങ്ങിയ ജാതി സംഘടനകൾ, ഇതിനകത്തൊക്കെ കോൺഗ്രസ് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പൊ പരസ്യമായിട്ട് CPM ഹിന്ദു ദേവാലയങ്ങളെയും ജാതി മത സംഘടനകളെയും പിടിച്ചെടുത്ത് ഭരണം നടത്തുന്ന ശൈലിയാണ് CPIM ഉപയോഗിക്കുന്നതെങ്കിൽ കോൺഗ്രസ് ഉപയോഗിക്കുന്നത് പ്രച്ഛന്നമായിട്ട്, അതായത് ഒരു ഫാൻസി ഡ്രസ് പോലെ വേഷം മാറി കോൺഗ്രസ്സുകാരല്ല എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു ഹിന്ദുത്വവാദം കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഹിന്ദു മേഖലകളിലൊക്കെ കയറിപ്പറ്റി ഇലക്ഷൻ വരുമ്പോ നമ്മളെല്ലാം ഒന്നല്ലേ, അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണ്ടേ എന്നുള്ള നയമാണ് കോൺഗ്രസ് എടുക്കുന്നത്. രണ്ട് വശത്തു നിന്നും, അതായത് LDFും UDFും അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു സംഘടനകളെയും സ്വാധീനിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് ഇപ്പോൾ. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണല്ലോ. അതുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനാണ് ഇതിന്റെ എല്ലാം ലിറ്റ്മസ് ടെസ്റ്റ്. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഹിന്ദു വോട്ട് എങ്ങനെ കൈക്കലാക്കാം, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തൊട്ട് പിന്നാലെ വരുന്ന നിയമസഭാ ഇലക്ഷൻ എന്നവർക്കറിയാം. എന്തായാലും പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഹിന്ദുത്വ ബോധമല്ല ഇന്ന് കേരളത്തിലുള്ളത്. കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഹിന്ദു ജനവിഭാഗം ഹിന്ദു എന്നുള്ള നിലയിൽ ഇന്ന് അവെയറാണ്. ഇന്ന് അവർ ആ വിഷയത്തെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് അവരെ SNDP ആക്കാൻ പറ്റും, NSS ആക്കാൻ പറ്റും, RSS ആക്കാൻ പറ്റും, അല്ല വിശ്വ ഹിന്ദു പരിഷത്ത് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ വിശ്വകർമ്മ സഭയാക്കാൻ പറ്റും, പുലിയർ മഹാസഭയാക്കാൻ പറ്റും. പക്ഷെ അവരുടെ എല്ലാം ഉള്ളിൽ ഒരു ഹിന്ദുത്വ ബോധം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദുത്വത്തെ തള്ളിക്കളഞ്ഞിട്ട് CPMനോ കോൺഗ്രസിനോ ഇനി കേരളത്തിലെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വളരെ വളരെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്കുകളായി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തി ഒരു വിഭാഗം മുസ്ലിമിനെയും ഒരു വിഭാഗം ക്രിസ്ത്യാനിയെയും എങ്കിലും കൂടെ നിർത്താൻ സാധിക്കുമോ എന്നാണ് ഇപ്പോ LDFും UDFും നോക്കുന്നത്. പക്ഷേ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഇന്ന് BJPയോടുള്ള ആനുകൂല്യം വർദ്ധിച്ചു വരുന്നു. ബുദ്ധിയുള്ള മുസ്ലിങ്ങൾ, എഡ്യൂക്കേറ്റഡ് മുസ്ലിങ്ങൾ മുൻകൂട്ടി തന്നെ BJPയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കേരളത്തിലെ മത വോട്ട് ബാങ്കിൽ ഒരു പോളറൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടു കൂട്ടർക്കും നഷ്ടപ്പെടാനുണ്ട്. CPMന് നഷ്ടപ്പെടാനുണ്ട്, കോൺഗ്രസിനും നഷ്ടപ്പെടാനുണ്ട്. അതിന്റെ ഒരു വെപ്രാളമാണ് ഇപ്പോൾ കോടതി കയറിയിരിക്കുന്നതും കോടതിക്ക് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കേണ്ടി വന്നതിന്റെയും പശ്ചാത്തലം. എന്തായാലും കോടതി അതിലൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. വിപ്ലവ ഗാനങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളോ ഹിന്ദുക്കളോടുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ഒരു സ്നേഹമൊന്നും തൽക്കാലം ക്ഷേത്ര പരിസരങ്ങളിൽ വേണ്ട എന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു, ജയസൂര്യൻ സർ.